ഒരു കാലത്ത് ഒരുപാട് ആളുകളെ ഭയപ്പെടുത്തിയ, ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ക്രിമിനൽ സയൻറ്റിസ്റ്റാണ് നിന്റെ സാർ. അവനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ആര് നിൽക്കുന്നോ അവരെ അവൻ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാൽ അവനെ ആര് എതിർത്ത് നിൽക്കുന്നോ അവരെ അവൻ എന്ത് ചെയ്യുമെന്ന് അവന് പോലും നിശ്ചയമുണ്ടാകില്ല. ഗോഡ്, അങ്ങയുടെ കൂടെയൊക്കെ രഞ്ജിനി എങ്ങനെയാണോ കഴിയുന്നത്? ഈശ്വര, രഞ്ജിനി ഇപ്പോഴും അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? തനിക്ക് അവരെ കുറിച്ച് അറിയോ? ഓ ഗോഡ്, കുറേ ആയി ഞാൻ അവരെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്. അങ്ങേര് ഇന്ന് പറഞ്ഞു അങ്ങയുടെ സഹോദരിയെ പോലെയാണെന്നും അങ്ങനെ സുഹൃത്തിനെ പോലെയാണെന്നൊക്കെ. എനിക്കറിയണം അവരാരാണെന്ന്, എനിക്ക് കൃത്യമായിട്ട് അറിയണം. അങ്ങേരായ അവരെ കുറിച്ച് കൂടുതലൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം പ്ലീസ്. രഞ്ജിനിയെ കുറിച്ച് അറിയുന്നതിന് മുന്നേ നീ ശ്രീജയെ കുറിച്ച് അറിയണം. ശ്രീജ നിന്റെ സാറിൻ്റെ ആദ്യത്തെ അസിസ്റ്റൻ്റ് ആയിരുന്നു. സയൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് അറിവുകളുള്ളവരായിരുന്നു അവർ. നിന്റെ സാറിനെക്കാട്ടിലും പ്രായത്തിന് മൂത്തതായിരുന്നു അവർ. അതുകൊണ്ട് അതിൻ്റെ ബഹുമാനവും അവനുണ്ടായിരുന്നു. ബട്ട് എന്തോ കാരണത്താൽ അവർ മിസ്സിംഗ് ആയി. അവരെ ഒരുപാട് തിരഞ്ഞു, കിട്ടിയില്ല. ഒരു കത്ത് മാത്രമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ പോയാലും അവരുടെ സഹോദരിയെ നന്നായി ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അവരെ കൂടെ കൂട്ടണമെന്ന്. അങ്ങനെ അവരെ നിന്റെ സാറ് കൂടെ കൂട്ടി. അവളാണ് രഞ്ജിനി. അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ നിന്റെ സാറ് വെറുതെ ഇരിക്കില്ല. ഓ മൈ ഗോഡ്, അപ്പാ CID ഓഫീസറുടെ കാര്യം കട്ടപ്പുകയായല്ലോ. എൻ്റെ ഈശ്വര, തീർന്നു. നീ എന്താണ് പറയുന്നത്? ഏത് CID ഓഫീസറുടെ കാര്യമാടാ നീ പറഞ്ഞായിരുന്നു? എടാ നീ ഒന്ന് വ്യക്തമായിട്ട് പറ. ഒരു മിനിറ്റ്. പറഞ്ഞോ, ആരുടെ കാര്യമാണ്?